ഇത് എവിടെയാണ്? എന്ത് വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്? അയ്യോ, ഫോൺ ഞാൻ ചാർജ് ചെയ്യാനിട്ടിരിക്കുക. വിളിച്ചായിരുന്ന? കേട്ടില്ല. പിന്നെ വിളിക്കാതെ ഞാൻ എത്ര പ്രാവശ്യം ട്രൈ ചെയ്ത്. ആണോ? അതെ, അവനെവിടെ? ആരാ? റൊണാൾഡ്. എന്റെ പൊന്നോ, പണിയും കഴിഞ്ഞ് കുറച്ച് നേരത്തെ വന്നത്. ഏട്ടനാണെങ്കിൽ വിളിയോട് വിളി സ്റ്റേഷനിലോട്ട് പറഞ്ഞു വിടുന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ ഞാനിപ്പോ അങ്ങോട്ട് വിട്ട്. അവനോട് ആര് പറഞ്ഞു ഈ കുന്ത്രണ്ടാവ് എടുത്തോണ്ട് റോഡിൽ പോയി നിൽക്കാൻ? എന്നോട് വന്ന് 2000 രൂപ ചോദിച്ചു. അപ്പൊ ഏട്ടൻ അത് കേട്ടിട്ട് പറഞ്ഞു നിനക്ക് ഇങ്ങനെ ഇറക്കാൻ ആണവില്ലേന്ന് പറഞ്ഞു. അപ്പോൾ ഏട്ടനാണ് ഇങ്ങനത്തെ ഒരു ഐഡിയ പറഞ്ഞു കൊടുത്ത് ഇതും പിടിച്ചോണ്ട് നിന്ന് കഴിഞ്ഞാൽ കുറെ വണ്ടിയും പണി കിട്ടുമെന്ന്. അതുകൊണ്ട് എന്താ നല്ല പണി കിട്ടിയില്ല? എന്തോരം പൈസ? നല്ല പണി കിട്ടിയിട്ടുണ്ട്. മിക്കവാറും ഗോതമുട്ട ഒന്ന് അകത്ത് കിടക്കാം. എന്ത് എടി, ഇവൻ പണിയെന്ന് പറഞ്ഞിട്ട് ചെന്നതല്ലോ, 2 കള്ളന്മാരെ വിളിച്ചോണ്ട് പോയി ഒരു വീട്ടില് ബൈക്ക് കുത്തി തുറന്ന് അത് സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുപോയി. അവർ CC ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. അയാൾ പരാതിപ്പെട്ടിട്ടുണ്ട്, അതിന്റെ ഓണർ. ദൈവമേ, അങ്ങനെയാണ്. ഈ കയ്യിൽ എന്തോരം പൈസ ഇരിപ്പുണ്ടായിരുന്നു. മിക്കവാറും കുറെ മോഷണ കേസ് അവന്റെ മണ്ടയ്ക്കാവും. അയ്യോ, പാട്ടും പാടിയേ പോയത്. സ്റ്റേഷനിൽ എന്തോ പണിയാന്ന് പറഞ്ഞിട്ട്. പോലീസുകാർക്കൊന്ന് പണിയാവും. ഞാനങ്ങോട്ട് ചെല്ലട്ടെ. ഇറക്കിക്കൊണ്ട് വരണേ. ഇറക്കിയല്ലേ പറ്റൂ. ഈ അച്ചാച്ചന്റെ ഒരു കാര്യം, നല്ലൊരു കാര്യം പറഞ്ഞു വിട്ടാലും. എന്താ ചേട്ടാ? എന്താവേ ആ വീട്ടുകാരുടെ കയ്യും കാലും പിടിച്ചേ. ഞാൻ പറഞ്ഞ് ഇവന് അങ്ങനെയുള്ള ഒരാളല്ല. ജീവിക്കാൻ വേറെ മാർഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് മൊബൈൽ വർക്ക്ഷോപ്പ് നടത്താനുള്ള ശ്രമമായിരുന്നു. അതിനിടെ ഞാൻ വന്നവരവനെ ഉടായ്പപ്പെടുത്തിയെന്ന് പറഞ്ഞു. ഇവിടെ കേസുണ്ട്. പിന്നെ ഈ വണ്ടിയും കിട്ടണം, അവന്മാരും കിട്ടണം, എന്നാലേ വെറുതെ വിടുള്ളൂ. അല്ല, CCTV മറ്റേ എന്റെ മൊബൈലിലെ വീഡിയോ വെച്ചമാര്. പിന്നെ നിന്റെ വീഡിയോ ഇതൊക്കെ വെച്ചാ അതെല്ലാം വെച്ചിട്ട് അവന്മാർ ഇവിടെ തന്നെ നിൽക്കുകയല്ലേ. അവന്മാര് മുങ്ങിക്കാണും വേറെ ഏതെങ്കിലും രാജ്യത്ത്. അച്ചാച്ചന് ആളുകളെ കണ്ടാ പോലും തിരിച്ചറിയാൻ പറ്റുന്നില്ല. ദൈവമേ, വണ്ടി പണി ലോക്ക് പൊട്ടിക്കാന്ന് പറഞ്ഞപ്പോ ഞാൻ അറിയുന്നില്ല. റൊണാൾഡോ ബാക്കിയൊക്കെ ഭയങ്കര ബുദ്ധിയാണല്ലോ കേട്ടാ. അച്ഛൻ ഈ റോഡിൽ പലരും വരുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, ദൈവത്തെ ഓർത്ത് നീ ആ കൊടുങ്ങാവിളപ്പോ അവിടെ പോയിട്ട് നീ എന്ത് പേക്കൂത്ത് വേണേലും കാണിച്ചോ. ബാക്കിയുള്ള സ്വസ്ഥത കെടുത്തല്ലേ. ഇല്ലാതെ തന്നെ മനുഷ്യന് 100 പ്രശ്നമുണ്ട്. മൊബൈൽ വർക്ക്ഷോപ്പ് അവന്റെ എന്ത് പേക്കൂത്തും കാണിക്കാനൊന്നും പറ്റുന്നില്ല. എന്റെ ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പൊ എന്തെങ്കിലും ഉടായി പഠിച്ചാൽ ഞാൻ അതിനകത്ത് പോകും. എന്റെ അനുവാദമില്ലാതെ ഏരി വിട്ട് പോരുന്നു. നോക്കാന്നാ അല്ല നിക്ക. ഭർത്താവിനാണ് ഇവനൊക്കെ കൊല്ലാൻ പിടിച്ചാലും വളർത്താൻ പിടിച്ചാലും ദോഷമാണ്. കേസൊന്നുമില്ല. സർക്കിൾ പിടിച്ച് നന്നായിട്ടൊന്ന് വരട്ടി വെച്ചിട്ടുണ്ട്. ഇനി വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല. മനസ്സിലായല്ലേ? പക്ഷെ അറിയണ്ട, ചെറിയ പേടിയിരിക്കട്ടെ. എനിക്കൊരു കാര്യം പറയണ്ടേ, നീ ഉപദേശം ആയിക്കോ. പക്ഷെ ഇല അറിഞ്ഞ് സദ്യ വിളമ്പണമെന്ന് പറയില്ലേ. ഇവനെ ഒന്ന് ഉപദേശിച്ചിട്ട് ഒരു കാര്യമില്ല. പൊല്ലാപ്പ് എന്ന് പറയുന്ന സാധനമുണ്ടല്ലോ, ഇവന്റെയൊക്കെ കൂടപ്പറപ്പാണ്. അതിന് എവിടെ പോയാലും പൊല്ലാപ്പായിട്ട് തന്നെ അവൻ്റെ അവിടെ ഉണ്ടാവും. നിന്റെ അനിയല്ലേടാ, അപ്പൊ അതുണ്ടാവും. ജാതിയുള്ള തൂത്താ പോവും. ഞാൻ പറഞ്ഞത് തിരിച്ചെടുത്ത് കേട്ടാ.